ഗായ്സ് എമ്പുരാൻ കാണാൻ പോകണം. നമ്മുടെ മാനന്തവാടി 2 തിയേറ്ററിലാണ് ഇപ്പോൾ എമ്പുരാൻ കളിക്കുന്നത്. പക്ഷേ എനിക്ക് ടിക്കറ്റ് കിട്ടിയത് മാരുതിയിലാണ്. അപ്പോൾ എന്തായാലും പടം കണ്ടിട്ട് പറയാം. ഗായ്സ് അങ്ങനെ എമ്പുരാൻ കണ്ടു. ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാൻ ഞാൻ വിചാരിച്ചതേ അല്ല. കാരണം കുറച്ച് തന്ത വൈബ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് പടമൊക്കെ സമാധാനമായിട്ട് ഇരുന്ന് കാണുന്നൊരു ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ തിയേറ്ററിലൊക്കെ നല്ല തിരക്കായിരിക്കും, അതുകൊണ്ട് തന്നെ സീറ്റ് കിട്ടില്ല. അപ്പോൾ കുറച്ചും കഴിയുമ്പോൾ തിയേറ്ററിൽ ഈ തിരക്കെല്ലാം കുറയും. അപ്പോൾ സമാധാനമായിട്ട് പോയിരുന്ന് കാണാമല്ലോ. അങ്ങനെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാനുള്ള കാരണം എന്താ വെച്ചാൽ ലാലേട്ടൻ്റെ കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള കിട്ടുന്നൊരു പടം. രണ്ടാമത്തെ കാര്യം, ലാലേട്ടനെ പോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളും കൂടി ഈ പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പൃഥ്വിരാജാണ്. അല്ല, നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ GOTയിലെ ബ്രോൺ, നമ്മുടെ ടിനിയൻ ലാനസ്റ്ററിൻ്റെ ചങ്കായിട്ട് അഭിനയിച്ച ബ്രോൺ, അതായത് ജെറോം. ഈ ഒരു മൂവിയിൽ ബോറിസ് എന്നൊരു ക്യാരക്ടറിലാണ് പുള്ളി വരുന്നത്. എന്തായാലും പടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ക്യാഷ് നന്നായിട്ട് പൊട്ടിച്ചൊരു പടമാണ്. നല്ല ഫണ്ട് ഇറക്കിയിട്ടുണ്ട്. ഇവർ ഇതുവരെ ഇതിൻ്റെ ഒരു കോസ്റ്റ് റിവീൽ ചെയ്തിട്ടില്ല, എത്ര കോടിയായിട്ടുള്ളതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ പടം കണ്ടാൽ നമുക്കറിയാം അതിലുപയോഗിച്ചിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, അതിലുപയോഗിച്ചിരിക്കുന്ന വെഹിക്കിൾസ്, ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ, ഇതൊക്കെ കണ്ടാൽ നമുക്കറിയാം ക്യാഷ് നന്നായിട്ട് പൊട്ടിച്ചൊരു പടമാണിത്. പിന്നെ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ലൂസിഫർ പോലെ തന്നെ സ്ലോയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. പിന്നെ മൂവിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ 2002 ഗുജറാത്ത് കലാപത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്നുണ്ട്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നോർത്തിലേക്ക് പടത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അന്നത്തെ അവസ്ഥകളൊക്കെ വളരെ വൃത്തിക്ക് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നമുക്കൊക്കെയാണ്, സൗത്തുകാർക്ക് ഓക്കെയാണ്. നോർത്തിൽ ഈ പടത്തിൻ്റെ സ്ഥിതി എന്താണെന്നും അതുപോലെ വിമർശനങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ എടുത്തു പറയാനുള്ളൊരു ഭീകര സംഭവം എന്ന് വെച്ചാൽ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനാണ്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഭാഗം ഗുജറാത്ത്, പിന്നെ ഇൻ്റർനാഷണൽ കാര്യങ്ങൾ, പിന്നെ കുറച്ച് കാര്യം കേരളത്തിൽ, അങ്ങനെ മാറിയാണ് വിഷ്വൽസ് കാണിക്കുന്നത്. അപ്പോൾ ഈ വിഷ്വൽസിനൊക്കെ ലോജിക്കലി നമുക്ക് കണക്ട് ചെയ്യണം, നമുക്ക് സംഭവം മനസ്സിലാവണ്ടേ, കാണുന്ന ആൾക്ക് കഥ മനസ്സിലാവണ്ടേ. അതായത് മൂവിയിലെ എല്ലാ ഷോട്ടുകളുടെയും കണക്ഷൻ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. പിന്നെ എനിക്ക് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായ കാര്യം എന്താ വെച്ചാൽ പടം കണ്ടവർക്ക് അറിയായിരിക്കും, ഫസ്റ്റത്തെ ലാലേട്ടൻ്റെ ഇൻട്രോ അത് ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് പോയതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് രോമാഞ്ചിഫിക്കേഷൻ സാധനങ്ങൾ വന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ലാലേട്ടൻ മുണ്ടൊക്കെ എടുത്ത് കറുത്ത ഷർട്ടൊക്കെ ഇട്ടിട്ട് പിന്നെ ഒരു സാധനം വരുന്നുണ്ട്, നമ്മുടെ കടവുള്ള പോലെ. ആ പാട്ടിൽ ലാലേട്ടൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട്. അത് സത്യം പറയില്ല, അത് നമുക്കിങ്ങനെ രോമാഞ്ചം വരുന്നൊരു സാധനം തന്നെയാണ് കേട്ടോ. അത് കിട്ടിലിനായിട്ടുണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് നല്ല എൻഗേജിങ് ആണ് കേട്ടോ. പിന്നെ ആക്ടിങ് വൈസ് ആരും മോശം പറയാനില്ല, എല്ലാവരും കിടിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൂസിഫറിൽ സുരാജ് ചേട്ടൻ ഇല്ലായിരുന്നു, അതിൻ്റെ ഒരു കുറവ് ഇതിൽ നികത്തിയിട്ടുണ്ട്. സുരാജ് ചേട്ടനും അടിപൊളിയാക്കിയിട്ടുണ്ട്. ടെക്നിക്കലി ഈ പടം മികച്ചതാണ്. ഫ്രെയിംസ് അതുപോലെ സീൻസ്, കുറേയൊക്കെ സീൻസ് നമുക്കൊരു ഹോളിവുഡ് ടച്ച് ചെയ്യും കേട്ടോ. മലയാളത്തിൽ ഇത്രയും നല്ലൊരു ഫ്രെയിംസ് ഒന്നും ഞാൻ വേറെ പടത്തിന് കണ്ടിട്ടില്ല. പിന്നെ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ മെച്ചം എന്താ അറിയോ, ഇത്രയും ബഡ്ജറ്റിൽ പടം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മാസ് കാണിക്കാനും അതുപോലെ ഫൈറ്റ് സീക്വൻസിനൊക്കെ ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷേ എമ്പുരാനിൽ നല്ലൊരു ഇമോഷണൽ ടച്ചുള്ള സ്റ്റോറി ബേസിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഈ പടത്തിൽ നമ്മുടെ ലാലേട്ടന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ അതുപോലെ തന്നെ ഈക്വലായിട്ട് തന്നെ നമ്മുടെ പൃഥ്വിരാജിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ലാലേട്ടനേക്കാൾ ഫസ്റ്റ് ഇൻട്രോ എനിക്ക് പേഴ്സണലി പൃഥ്വിരാജിൻ്റെയാണ് ഇഷ്ടപ്പെട്ടത്. പൃഥ്വിരാജിൻ്റെ ഇൻട്രോ കിടലായിരുന്നു കേട്ടോ, രോമാഞ്ചിഫിക്കേഷൻ വരുന്നൊരു സാധനമായിരുന്നു. ലാലേട്ടനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർനാഷണലി ഒരു കോട്ടൊക്കെ ഇട്ട് പ്രസൻറ്റ് ചെയ്തതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ലാലേട്ടൻ സെക്കൻഡ് ഇൻട്രോ, അതായത് മുണ്ടൊക്കെ എടുത്ത് നമ്മുടെ കേരള ലുക്കിൽ വന്നിട്ടുള്ള ഫൈറ്റില്ലേ, അതാണ് നമുക്കൊരു സ്പാർക്ക് വരുന്ന സാധനം. ഓവറോൾ പടം വെറുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ക്യാഷിനുള്ളത്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. പിന്നെ സർപ്രൈസിങ് ആയിട്ട് അവസാനം ഒരു സീനും കൂടെ രാജുവേട്ടൻ വച്ചിട്ടുണ്ട്, അത് നിങ്ങൾ പോയി തന്നെ കാണുക. നമ്മൾ വില്ലൻ്റെ കാര്യമൊക്കെ നമ്മളിങ്ങനെ കൊട്ടി ഒഴിച്ച് ആരാന്ന് കണ്ടുപിടിക്കാൻ കഷ്ടപ്പെട്ടു. പക്ഷേ അവസാനം ഒരാളെ കൂടെ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ നേരിട്ട് പോയി കാണുക. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും കുറേ കാലം കൂടിയിട്ട് എനിക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാം കേട്ടോ. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ അറിയുമോ, ഇപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നൈസായിട്ടൊന്ന് ഇടയ്ക്ക് ട്രോളിയിട്ട് പോകുന്നുണ്ട് ഈ പടത്തിൽ. എല്ലാവരും ഒന്ന് തൊട്ട് തലോടി പോകുന്നുണ്ട്. ഇപ്പോൾ അവർ ജനങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ജനങ്ങൾ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യങ്ങളും എല്ലാം നൈസായിട്ടൊന്ന് ഈ പടത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതെനിക്ക് പേഴ്സണലായിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഫൈനലി എല്ലാവരും ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്,
ലൂസിഫർ ഓർ എമ്പുരാൻ? ഓഫ് കോഴ്സ് എനിക്കിഷ്ടം ലൂസിഫർ തന്നെയാണ്. പാറ്റേണിലും പ്രസൻറ്റേഷനിലും എനിക്ക് ലൂസിഫർ ഇതിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടമാണ്. പിന്നെ അവസാനമായിട്ട് നിങ്ങളോട് മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് പോയി പടം കാണരുത്. നിങ്ങൾ പോയി പടം കാണുക, വിലയിരുത്തുക. അപ്പോൾ മോനെ പടം തിയേറ്ററിൽ നിന്ന് തന്നെ പോയി കാണാം.